Hey, welcome back to our YouTube channel. ഞാൻ വിസ്മയ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ? ഞാനിവിടെ സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഹോളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത് മസ്റ്റ് ബൈ ആണ് കേട്ടോ. മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ പറയും. അത്ര നല്ല ക്വാളിറ്റിയിലും അത്ര നല്ല അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് കുർത്ത സെറ്റ് അല്ല, ഇത് കുർത്തിയാണ്. ഒരു അനാർക്കലി കട്ടിൽ വരുന്നതാണ്. ഇത് ആക്ച്വലി നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂപ്പറാണ് കേട്ടോ. ആരെങ്കിലൊക്കെ ഇത് മുന്നേ വാങ്ങിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകും. അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് വാങ്ങിയേക്കണത് ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിലുള്ളതാണ്. ഇതല്ലാതെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു ഗ്രീൻ ഒക്കെയാണോ ഉള്ളതെന്ന്. ഇത് നല്ല ഭംഗിയുണ്ട്. എടുത്തു പറയേണ്ട കാര്യം നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഫുള്ളും ഈ അനാർക്കലി കെട്ട് എന്ന് പറഞ്ഞില്ല, ആ ഒരു കട്ടിലൂടെയൊക്കെ എംബ്രോയിഡറി വർക്ക് ഗോൾഡൻ ത്രെഡിലാണ് കേട്ടോ വന്നേക്കണത്. അതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വർക്കും വന്നേക്കണത്. അതിൻ്റെ ത്രെഡും എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഗോൾഡ് സ്വീക്വൻസ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. ഫാബ്രിക്കും നല്ലതാണ്, എംബ്രോയിഡറിയും എല്ലാം നല്ലതാണ്. മസ്റ്റ് ബൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം പോയി വാങ്ങിക്കും. ഇതാണ് ഫാബ്രിക്. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് കണ്ടില്ലേ, ഈ ഒരു വി ഷേപ്പിലാണ് വന്നേക്കുന്നത്. കുറച്ച് ഡീപ്പ് നെക്കാണ്, പക്ഷെ ഇടണോണ്ട് പ്രശ്നമൊന്നുമില്ല. ഒത്തിരി വൃത്തികേട് കാര്യങ്ങളൊന്നും അല്ല, ഒത്തിരി അങ്ങനെ ഡീപ്പായിട്ടല്ല, കുറച്ച് ഡീപ്പാണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ എല്ലാം ഓരോ ഫ്ലോറൽ ഇങ്ങനെ ഡിസൈനാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഫാബ്രിക്കിൽ തന്നെ ഇടയ്ക്ക് ഇത് കണ്ടില്ലേ, ഫുൾ ബോഡി ഇങ്ങനെ പ്രിന്റഡ് ആണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കിടെ തന്നെ ഗോൾഡൻ ഒരു പെയിന്റിങ് കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇട്ടിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലതായിരിക്കും. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പോകണേലും ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അത്ര നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത്രത്തോളം ഉള്ള ഒരു സ്ലീവാണ് വന്നത്. സ്ലീവിൻ്റെ എൻഡിലും നല്ല പോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ലെഗിൻസോ എന്തെങ്കിലും അടിയിലിട്ടാൽ മതി. ഒരു ആംഗിൾ ലെങ്ത് ലെഗിൻസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഈ ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം, ഓഫ് വൈറ്റോ ഗോൾഡൻ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. പിന്നത്തെ കാര്യം പറയട്ടെ, ഞാൻ വാങ്ങിക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ ആണ്. ഞാൻ ഓർഡർ ചെയ്തതിൽ 38 എഴുതിയാണ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റല്ല, കുറച്ച് ഒരു ലൂസായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഫിറ്റിലല്ല കിടക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ടേക്കാം, അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. സോ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കി നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്നും ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഞാൻ ഇട്ട വീഡിയോയിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാതെ എനിക്ക് എങ്ങനെയാണോ കിട്ടിയത് 38 എന്നാണ് എഴുതിയേക്കുന്നത്, അതെങ്ങനെയാണോ എനിക്ക് കിട്ടിയത് അത് ഞാനിട്ട് കാണിച്ചു തരാം. പിന്നെ വേറെ അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ്. അതും നല്ല പോലെ ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിത് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ റേറ്റ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം റേറ്റ് തീരെ കുറവാണ്. 349, അത് 349 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും നല്ല ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ഇത് ഞാൻ ഒട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു ഡ്രസ്സ് ഇത്രയും റേറ്റ് കുറവിൽ കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇത് അടിപൊളിയാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ആൾ വാങ്ങി അത് ഇട്ടു. അത് മിക്കവാറും തന്നെ ആൾ ഇടാറുണ്ട്. ഇട്ടിട്ട് എന്നോട് ഇത് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാനിപ്പോൾ പറയുന്നതാണ് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നമുക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അത്രയും നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഈവൻ ഒരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകാം. നല്ല ഇടാനും ഭയങ്കര ഹെവി ആയിട്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. അത്രയും സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ്. ഫാബ്രിക് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോകാം. കുർത്തി എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ബോട്ടോ ദുപ്പട്ടോ ഒന്നും വരുന്നില്ല. സിംഗിൾ
ഒരു കുർത്തിയാണ് വരുന്നത്. ഇത് നമുക്ക് കോളേജ് വെയർ അല്ലെങ്കിൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു കുർത്തിയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് അതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. പിന്നെ ഫുൾ ബോഡി ഇങ്ങനെ പ്രിൻ്റാണ്, ഇങ്ങനെ പ്രിൻറ്റഡ് ആണ്. പിന്നെ എൻ്റെ നെക്ക് നെക്ക് വന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്ക്, ചെറിയ മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട്. മിറർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ എക്സാക്റ്റ് മിറർ അല്ല കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ആണെങ്കിലും ഇവിടെ വരെ തന്നെ വരുന്നുണ്ട്. പക്ഷേ സ്ലീവിൻ്റെ എൻഡിലും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വരുന്നത്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഫാബ്രിക് എങ്ങനെയാണെന്നും അതിൻ്റെ നെക്കിൻ്റെ വർക്കും എല്ലാം കണ്ടു. കണ്ടില്ല, നല്ല ഫാബ്രിക്കാണ് കേട്ടോ. ഇതൊട്ടും സീത്രൂ അല്ല, കണ്ടില്ല, ഒട്ടും സീത്രൂ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ സ്ലിപ്പൊന്നും ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു അലിയക്കട്ട് കുർത്തി ഉണ്ടല്ലോ, ഡ്രസ്സ് ഉണ്ടല്ലോ, അതിലാണേലും നമുക്ക് സീത്രൂ ഒന്നും അല്ല, അത്യാവശ്യം കട്ടിയുള്ള ഒരു ഫാബ്രിക്കാണ് വരുന്നത്. അതും നമുക്കിങ്ങനെ സ്ലിപ്പൊന്നും അടിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഏതൊരു പലാസോ പാൻസ് ആണെങ്കിലും ലെഗിൻസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്, ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. ഡെയിലി വെയർ നിങ്ങൾ നോക്കുന്നുണ്ട്, കുർത്തിയാണ് നോക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ എൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് നല്ല ഡ്രസ്സുമായിട്ട് നല്ല സ്റ്റാൻഡേർഡിലാണ് ഇത് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഫിറ്റിങ്ങും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ സൈസ് വാങ്ങിയേക്കണത് സ്മോൾ സൈസിലാണ് ഞാൻ വാങ്ങിയേക്കണത്. സ്മോൾ സൈസ് ആണെങ്കിലും ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നും കിടക്കുന്നൊന്നുമില്ല, കറക്റ്റ് ഫിറ്റിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി. പിന്നെ സ്ലിറ്റൊക്കെ ആണെങ്കിലും സ്ലിറ്റുള്ള കുർത്തിയാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് സ്ലിറ്റ്. വേറെ നമുക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഫാബ്രിക് നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ അകം, ഇതാണ് നമുക്ക് പുറമെ, ഇത് അകത്തുള്ള ഭാഗം. നല്ല ഡ്രസ്സാണ്, നല്ലൊരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 409 രൂപയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു റേറ്റേ ഉള്ളൂ. ഈ റേറ്റിൽ നമുക്ക് ഇത് ഭയങ്കര വെറുതെയാണ്. കാരണം ഡെയിലി വെയർ ആകുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയിൽ വേണം. ആ ഒരു ക്വാളിറ്റി ഇതിലുണ്ട്. നമുക്ക് ഇടാനും നല്ല സുഖമുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നടക്കുകയും ചെയ്യാം. സോ ഇതും ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സോ ഇത്ര ഉണ്ടായിരുന്നോണ്ട് നമ്മുടെ ഈ കുർത്ത. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇത്. ആക്ച്വലി ഫ്ലിപ്കാർട്ട് അല്ല, ഷോപ്സിയിൽ നിന്ന് വാങ്ങിയേക്കണം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് ഷോപ്സി വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫെദർ ടച്ചൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ചെക്ക് പോലെയാണ് എൻ്റെ ഫാബ്രിക് വന്നിട്ട്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടില്ലേ? ഓക്കെ, കോളേഡ് നെക്കാണ് ഇതിൽ വന്നേക്കണേ. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ടൈ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ടൈ ചെയ്യാൻ പറ്റും, നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് വന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇത് ഇതുപോലെ ഒരു ഇങ്ങനെ വെച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് അതിൻ്റെ സ്ലീവ് വന്നിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാം. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് എടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ ഫാബ്രിക്ക് പോകുമെന്ന് തോന്നുന്നില്ല, ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് എത്ര കാലം വേണേലും ഇത് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് ടു ബോട്ടം നമുക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ അടിയിൽ ഇതുപോലെ ഒരു സ്ലിറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കുറച്ചിങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഒരു പീസും ഇങ്ങനെ വെച്ച് അടിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ടോപ്പ് ഇരിക്കുന്നത്. ഞാൻ ഇട്ട വീഡിയോ ആഡ് ചെയ്തേക്കാം, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിയേക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ് വാങ്ങിയേക്കണത്. സ്മോൾ എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഞാൻ സാധാരണ എം എടുക്കുന്ന ഞാൻ സ്മോൾ എടുത്തേക്കണത്. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ ഡ്രസ്സുകളെല്ലാം എടുക്കുമ്പോൾ എൻ്റെ സൈസ് സ്മോൾ ആണെന്ന്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി. എനിക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതാണ്, ഒത്തിരി ഷോർട്ടായിട്ടുള്ള ഡ്രസ്സല്ല. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, പിന്നെ ഇത്
സീത്രൂ ആണെന്ന്. ഓക്കെ, ഇത് ഒത്തിരി സീത്രൂ അല്ല, അതുകൊണ്ട് തന്നെ അടിയിൽ സ്ലിപ്പ് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 479 479 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. ആ ഒരു റേറ്റിന് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഡെയിലി വെയർ. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര്, ഞാൻ ഒരു ഷോർട്സിലിട്ടായിരുന്നു, അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഓക്കെ, പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് താമസിച്ചാണ് ഇത് എനിക്ക് കയ്യിൽ കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ട ചില അത്രയും ആൾക്കാർ എന്നോട് ചോദിച്ചതിൻ്റെ അർത്ഥം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിലും നല്ല രീതിയിൽ പഫ് വന്നിട്ടുള്ള സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക്, പിന്നെ അതിൽ നിന്ന് തന്നെയാണ് ഈ പഫ് സ്ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കണേ കേട്ടോ. ബാക്കും ഇങ്ങനെ തന്നെ. എന്നിട്ട് ബാക്കിൽ നമുക്ക് എലാസ്റ്റിക് ആണ് വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ, ഹക്കോബ ഫാബ്രിക് ആണ് വരുന്നത്. കണ്ടില്ലേ, നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല സോഫ്റ്റ് ആണ്, പിടിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിൽ ലൈനിങ് വരുന്നുണ്ട്, അതാണ് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി. ഇതിൻ്റെ മൊത്തം ഫുൾ ബോഡിയിൽ, അതായത് സ്ലീവിലെല്ലാം തന്നെ ഇതുപോലെ കോട്ടന് തന്നെ ലൈനിങ്. ഇതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഇത് ഗൗൺ പോലത്തെ ഉണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. പിന്നെ അതിൻ്റെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗം വരെയാണ് ലൈനിങ് വരുന്നത്, ബാക്കി അങ്ങോട്ട് ലൈനിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മീൻസ് ഇങ്ങനെ ഈ ഹോളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അധികം ഇഷ്ടപ്പെടാത്ത 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് നല്ല ഡീപ്പ്, നല്ല വൈഡ് നെക്കാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ ഒത്തിരി കംഫർട്ടബിൾ അല്ല ഈ ഒരു ഡ്രസ്സിൽ. അതിൻ്റെ നെക്ക് എനിക്ക് ഇവിടെ ഇത്രത്തോളം ഇറങ്ങിയതാണ് തന്നെ ആണ്, ഇങ്ങനെ ഒത്തിരി ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് നെക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് പ്രശ്നമില്ലെങ്കിൽ ഇത് സൂപ്പറാണ്. ചില നെക്ക് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നല്ല ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിതത്ര ഈ നെക്ക് പ്രശ്നമായതുകൊണ്ട് എനിക്കിത് ഒത്തിരി റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നത്തെ കാര്യം, ഇതിൻ്റെ കളറ് ഞാനിപ്പോൾ ലിങ്ക് തരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇതൊരു ബ്രിക്ക് കളറ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ആ ഫോട്ടോയിൽ ഉള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അത് കറക്റ്റ് ബ്രൗൺ, നമ്മുടെ കോഫി ബ്രൗൺ എന്നല്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ്, എന്തായാലും ഡാർക്ക് കളറാണ് ഇത് വന്നേക്കണത്. പക്ഷെ ഞാൻ ഈ ഒരു കളറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത് ഈ ഒരു ഷെയ്ഡ് എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു കളർ, ഒരു ബ്രിക്ക് കളറാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് കളർ ചേഞ്ചാണ് വന്നത്, ഡാർക്ക് കളറാണ് എനിക്ക് വന്നത്. അത് തന്നെ എനിക്കൊരു ചെറിയൊരു ഇത് തോന്നി, എനിക്ക് അത്ര സുഖമായി. അതുപോലെ തന്നെ ഈ നെക്കുമാണ് എനിക്ക് പ്രശ്നം. ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് വാങ്ങാം. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, ഗ്രീനും പിന്നെ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം. ഐ തിങ്ക് ഗ്രീൻ ഇത്തിരിയോടെ നല്ലതായിരിക്കും. ഇത് ശരിക്കും ഡാർക്ക് കളറാണ്, നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന കളറേ അല്ല നിങ്ങൾക്ക് കൈ കിട്ടുന്ന ഈ ഒരു കളറായിരിക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ആണെങ്കിലും റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആ റേറ്റിനുള്ള ശരിക്കും പറഞ്ഞാൽ ഉണ്ട്, കാരണം അത്ര ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ആ ഒരു ഡിസൈനും പാറ്റേണും എല്ലാം സൂപ്പറാണ്. അതുകൊണ്ട് റേറ്റ് വലിയ പ്രശ്നമില്ല. 782 രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടത്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇത് 2 പ്രശ്നമാണെങ്കിൽ ഇതിലേക്ക് നോക്കിയേ വേണ്ട, കാരണം നെക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ നല്ല വൈഡായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇതും സൈസ് എല്ലാം എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ സ്മോള് തൊട്ട് XXL വരെ ഇത് അവൈലബിൾ ആണ്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സല്ല, ഇത് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന കുർത്ത വിത്ത്
വൈറ്റ് പാൻസ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഇത്. നമുക്കൊരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഓഫീസ് വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ല ഓപ്ഷനാണ് കേട്ടോ. അത്ര നല്ല ഫാബ്രിക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നല്ല എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ അതുപോലെ നല്ല കട്ടിയിലാണ് വരുന്നത്. ഇതിങ്ങനെ വെച്ചതിന് മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നേക്കണം കേട്ടോ. പക്ഷെ അതിൻ്റെ അങ്ങനെ നമ്മളത് അറിയത്തേ ഇല്ല. അതിങ്ങനെ അതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കണമെന്നൊന്നും അറിയത്തില്ല. ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ചെയ്ത പോലെ അത്ര നീറ്റായിട്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കണത്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ്, പക്ഷെ ഫ്രണ്ടിൽ ഇതിങ്ങനെ വെച്ചടിച്ചേക്കണതാണ്. പക്ഷെ നല്ല നീറ്റായിട്ട് കണ്ടില്ലേ, നല്ല ഫാബ്രിക് നല്ല നീറ്റായിട്ട് നല്ല കട്ടിയിലാണ് കേട്ടോ തന്നേക്കണത്. ഇനി ഫാബ്രിക് മാത്രം കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. കണ്ടില്ലേ, ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇവിടെ വരെ ലെങ്ത് ഉള്ള സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് കാണാൻ പറ്റും. അതും നല്ല നീറ്റായിട്ടാണ് കേട്ടോ വന്നേക്കണം. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കണത്. നല്ല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കോളേഡ് നെക്കാണ് വന്നേക്കണത്. കോളറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വന്നേക്കണം. ഞാനിത് വാങ്ങിയത് സ്മോൾ സൈസാണ്. സോ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയതിന് ശേഷം വാങ്ങാം. ഇത് സ്ലിറ്റ് വരുന്നതാണ്, കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിറ്റ് വരുന്ന ഒരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ്. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്. ഇനി ഇതിൻ്റെ പാൻസ് വന്നിട്ട് വൈറ്റ് ഒരു പെൻസിൽ പാൻ്റാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് പോക്കറ്റുകളോ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഇതും കോട്ടൺ തന്നെ വരുന്നത്, പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് തന്നെ സീ ത്രൂ ആണ്. പിന്നെ ഇത് ഇത്തിരി നൈസായിട്ടുള്ളതാണ്. വൈറ്റ് പൊതുവേ നമ്മൾ സീ ത്രൂ ആയിരിക്കും. വൈറ്റ് ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡൊക്കെ എപ്പോഴും തന്നെ ഇത്തിരി സീ ത്രൂ ആയിട്ടുള്ള ഒരു കളറാണ്. സോ അത് നമ്മൾ ഒത്തിരി ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കുർത്തയുടെ ഫാബ്രിക് വന്നിട്ട് നല്ല ക്വാളിറ്റി നല്ല കട്ടിയിൽ വരുന്നുണ്ട്. സീ ത്രൂ ഒന്നുമല്ല. അടിയിൽ സ്ലിപ്പ് ഇടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് സീ ത്രൂ ആണ്. ഇതിൻ്റെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ വെർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 341 341 രൂപ, അതായത് 350 രൂപ പോലും ഇതിന് ഇല്ല. സോ ആ ഒരു റേറ്റിൽ വെച്ചിട്ട് ഇത് അടിപൊളിയല്ല. കാരണം കുർത്ത വരുന്നുണ്ട്, അതിൻ്റെ കൂടെ പാൻസ് വരുന്നുണ്ട്. എലാസ്റ്റിക് ആണ്, വേറെ ടൈകളൊന്നും ഇതിൽ വന്നിട്ടില്ല. എലാസ്റ്റിക് മാത്രമാണ് ഈ പാൻസിൽ വരുന്നുള്ളൂ. പോക്കറ്റുകൾ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഫ്ലിപ്കാർട്ട് ഹോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി ഫാബ്രിക്കും ഡിസൈനിലും എല്ലാം ആണ് വന്നേക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.